ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ വ്യക്തമായി കൃത്യമായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗോളിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 6 സ്റ്റെപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അവസാനത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം എന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഐ എം എ ലോ ഓഫ് അട്രാക്ഷൻ ലവർ എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അത്രയും ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഫേം വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഇൻറ്റൻഷൻ മനസ്സിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അബദ്ധം പറ്റി പോവാറുണ്ട്. നമുക്ക് എന്താണ് വേണ്ടാത്തത് അതിലോട്ട് ഫോക്കസ് പോകുന്ന രീതിയിൽ നമ്മൾ എഴുതും. ആ മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കരുത്. നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം വളരെ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിലാണെങ്കിലും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പേഷ്യൻസ് കാണിച്ച് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമത്തത്, ഇപ്പോൾ ഒരുപാട് കടമൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ അഫേം ചെയ്യുന്നുണ്ടാവുക, ആ വ്യക്തി ഇൻറ്റൻഷൻ ഇങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക: എനിക്ക് ഈ കടത്തിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടണം, കടമൊക്കെ വീട്ടി കുറച്ചുകൂടി സമ്പന്നനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഇൻറ്റൻഷനിൽ എന്ത് വന്നു? കടം എന്നുള്ള വേർഡ് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫോക്കസും നമ്മുടെ എനർജിയും ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതായിരിക്കും. അപ്പോൾ അതിന് പകരം കടം എന്നുള്ള വേർഡ് നമുക്ക് അവിടെ വേണ്ട. നമുക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാകുന്നു, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റൻഷൻ ഇങ്ങനെ ആയിരിക്കണം: ദൈവമേ, എനിക്ക് പെട്ടെന്ന് ഈ ഒരു അസുഖം മാറ്റിത്തരണേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ അസുഖം പെട്ടെന്ന് ഭേദപ്പെടുത്തണേ എന്നുള്ള ആ ഒരു ഇൻറ്റൻഷന് പകരം നമ്മൾ അസുഖം, രോഗം എന്നുള്ള വേർഡ്സുകളൊന്നും ഉപയോഗിക്കരുത്. അതിന് പകരം കൃത്യമായിട്ട് നിങ്ങൾ ആരോഗ്യം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. എനിക്ക് പൂർണ്ണ ആരോഗ്യം നൽകിയ ദൈവത്തിന് നന്ദി. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം, ഒരു ഫോർമാറ്റ്. അതിന് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ തേർഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ പിരിഞ്ഞ് എൻ്റെ കൂടെ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അത് അഫേം ചെയ്താൽ മതി. ഇപ്പം ഞാനും ഇന്ന വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. അവിടെ തീർന്നു. അത് അത്ര നല്ലതായിട്ടുള്ള ഒരു ഇൻറ്റൻഷനാണത്. അല്ലാതെ വേറൊരു വ്യക്തി പോകണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് വരണം, അങ്ങനെ ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കുകയോ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഫേം വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലോട്ട് ഫോക്കസ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും, എന്ത് മനസ്സിൽ ഇൻറ്റൻഷനായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ നടക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എക്സാമ്പിൾ, ഐ ആം കോൺഫിഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഐ ആം വെൽത്തി, മൈ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് ലവ്. ഇങ്ങനെ എല്ലാം ഐ ആം, അല്ലെങ്കിൽ ഐ ഹാവ്
എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും അഫേം ചെയ്യുക, പറയുക, അങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാപ്പനിങ് നൗ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഫീലിങ്സ് എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഐ ആം എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളാണ് അല്ലെങ്കിൽ ഐ ഹാവ് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫീലിങ്സിൽ അത് വളരെയധികം ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫോക്കസ് ഓൺ യുവർ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം അഫേം ചെയ്യുന്ന സമയത്ത് നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ്, എനർജി, ഫീലിംഗ് എല്ലാം പോസിറ്റീവായിരിക്കണം. അപ്പോൾ അതിന് ആം എന്നുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ഫീൽ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് കൂടുതൽ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് മാനിഫെസ്റ്റേഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും ഫീലിങ്സ് ആണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മാനിഫെസ്റ്റേഷൻ. സോ അത് നിങ്ങൾ മറന്നു കളയാതിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഐ ആം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സക്സസ്. അപ്പോൾ ഇങ്ങനെ ഒരു അഫർമേഷൻ യൂസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിലോട്ട് ഫോക്കസ് ചെയ്യാനും ആ ഫീലിങ്സ് മാനിഫെസ്റ്റേഷന് വളരെയധികം സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ചെക്ക് ഫോർ ദ വേർഡ് ട്രൈ ആൻഡ് ബട്ട് എന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നോക്കുന്ന സമയത്ത് എപ്പോഴും ട്രൈ എന്നുള്ള വേർഡ് ഒരു മാനിഫെസ്റ്റേഷൻ ബ്ലോക്കായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അത് നമ്മളിൽ ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. ഐ വിൽ ട്രൈ ഫോർ ഇറ്റ്, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രോക്കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശം അതാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം പറയുമ്പോഴും ഞാനത് ശ്രമിക്കും എന്നുള്ളതിന് പകരം ഞാനത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രയോഗം നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബട്ട് എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യണം, പക്ഷേ അതിന് ഞാൻ കുറച്ചുകൂടി പണം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടെ പക്ഷേ എന്ന് പറഞ്ഞിട്ടൊരു റീസൺ അവിടെ പറയുകയാണ്. ആ റീസൺ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബ്ലോക്ക് വരികയാണ്, അതുണ്ടെങ്കിലേ ഇത് നടക്കൂ എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ട് ബട്ട് എന്ന് പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആ വേർഡ്, പക്ഷേ ഇതുകൂടി വേണം എന്നുള്ള ആ ഒരു പ്രയോഗം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട. അതിന് പകരം അതെങ്ങനെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക. തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന കുറച്ച് പോയിന്റ്സുകൾ കൂടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിഗിൻ വിത്ത് ദ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് വെച്ച് തുടങ്ങാം. ഞാൻ കൃതജ്ഞതയുള്ളവനാണ്, നന്ദിയുള്ളവനാണ്. എന്തിനെ എന്നുള്ളത് ബാക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുമെന്നുള്ളത്. അതിതാണ്, ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ സംതിങ്. അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഐ എം സോ ഹാപ്പി എന്ന് പറയുമ്പോൾ അവിടെ ഫീലിങ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഐക്ക് ശേഷം നമ്മൾ ആം എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇപ്പോൾ ഹാപ്പൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി കഴിഞ്ഞിട്ട് ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ്, സ്റ്റാർട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്, അതുകൂടി ഇൻവോൾവ്ഡ് ആയി. അപ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ
ഫോർ എന്ന് വെച്ച് നമ്മൾ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വളരെയധികം പവർ കൂടുതലാണ്. അത്തരത്തിലുള്ള അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ടോട്ടലി ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ദാറ്റ് ഐ ഹാവ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് മണി കംസ് ടു മീ എവറി ഡേ. എല്ലാ ദിവസവും എന്നിലേക്ക് പണം വരുന്നതിന് ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 6ാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ബിലീവബിൾ എന്നുള്ളതാണ്. വിശ്വസിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് അയ്യോ ഇതെനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ ഒരു തോട്ടൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അത്തരം സ്റ്റേറ്റ്മെൻറ്റിലോട്ട് നമ്മുടെ ആ ഗോൾസിനെ ഡ്രീംസിനെ മാറ്റി എഴുതുക. എക്സാമ്പിൾ ഐ ആം വില്ലിങ് ടു എന്ന് യൂസ് ചെയ്യാം, ഐ എം ഓപ്പൺ ടു എന്നുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈ ഇൻറ്റൻഷൻ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാം. കൃത്യമായി മനസ്സിലാക്കണം. ഐ എം വില്ലിങ് ടു, ഐ എം ഓപ്പൺ ടു, അതുപോലെ തന്നെ മൈ ഇൻറ്റൻഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അഥവാ ഞാൻ ഇന്ന സംഭവത്തിന് ഞാൻ തയ്യാറാണ്, സമ്പത്തുണ്ടാക്കാൻ തയ്യാറാണ്, സമ്പത്ത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ബിലീവ് ചെയ്യാൻ കഴിയില്ല. ഐ ആം അബണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ, ഐ ആം സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ നിരന്തരം ഫെയിലിയർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് പറയാൻ അത്ര എന്താ പറയുക മേക്ക് ഇറ്റ് ബിലീവബിൾ എന്ന് പറയുന്ന പോയിന്റ് നടന്നു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറയാം ഐ ആം വില്ലിങ് ടു ബി സക്സസ്ഫുൾ, ഞാൻ സക്സസ്ഫുൾ ആവാൻ തയ്യാറാണ്. ഓക്കെ, ഐ ആം ഓപ്പൺ ടു റിസീവ് ഓൾ ദ അബൻഡൻസ്, ഞാൻ എല്ലാ അബൻഡൻസും സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ പറയാം. മൈ ഇൻറ്റൻഷൻ ഈസ് ടു ബിക്കം എ ബില്യണർ എന്ന് പറയാം. നിങ്ങൾക്ക് ഐ എം എ ബില്യണർ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് ബിലീവബിൾ ആയിരിക്കില്ല. സോ യു ക്യാൻ ടെൽ മൈ ഇൻറ്റൻഷൻ ഈസ് ടു ബിക്കം എ ബില്യണർ എന്ന് പറയാം. സോ അങ്ങനെയും നമുക്ക് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 6 സ്റ്റെപ്പുകളാണ്. ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷനിലെ ചില ബ്ലോക്സുകൾ ഇതിലൂടെ പറഞ്ഞു പോയി, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അഫർമേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കുക എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കിത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കോഴ്സുകളുണ്ട് ഇതുമായി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അങ്ങനെ ഡീപ്പായിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇതിലെല്ലാം പറഞ്ഞത് ഇതിൻ്റെ ഒരു തിയറി ബേസ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ട കാര്യമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും, എത്ര വലിയ സ്വപ്നമാണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും പവർ നിങ്ങളുടെ തോട്ടിനുണ്ട്. ആ തോട്ട് ശരിയാവുമ്പോൾ ആക്ഷൻ വരും. ആക്ഷൻ എടുക്കുമ്പോൾ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കും അങ്ങനെ വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കൂടുക. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കുക, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ലവറായിട്ട് മാറുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി ഒരിക്കലും നിങ്ങളെ ദുഃഖത്തിലാക്കത്തില്ല. കാരണം അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അബണ്ടൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സീക്രട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, ആഗ്രഹിക്കുന്നതൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗൂഗിളുണ്ട്, യൂട്യൂബുണ്ട്, സെർച്ച് ചെയ്യുക, അറിവുകൾ തേടുക. ഒക്കെ ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെയും വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.